നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ BJP രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. ശൈലി മാറ്റണം എന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. BJPയുടെ പഴയ ശൈലി കൊണ്ടൊന്നും മുന്നോട്ട് പോയാൽ കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല എന്ന് ബുദ്ധിമാനായ ബിസിനസ്സുകാരൻ രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന് ഒരു പുതിയ തന്ത്രങ്ങളും അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട്. കേരളത്തിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ നിരന്തരമായി BJP ഇടപെടുക, എപ്പോഴും ഹിന്ദുത്വ, ഹിന്ദുമതം, ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ, ഹിന്ദു വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടൊന്നും കേരളത്തിൽ വോട്ട് നേടി വിജയിക്കാനൊന്നും കഴിയില്ല. വോട്ട് നേടുക അല്ലെങ്കിൽ വോട്ട് വർദ്ധിപ്പിക്കുക എന്നതല്ല BJPക്ക് വേണ്ടത്. ഇനി സീറ്റുകൾ നേടുക, രാഷ്ട്രീയ ശക്തിയാവുക എന്നതാണ്. അതിന് ഈ അമ്പലത്തിൻ്റെ പുറകെ നടന്നുകൊണ്ടും കാര്യമില്ല, ആചാരങ്ങളുടെ പുറകെ നടന്നുകൊണ്ടും കാര്യമില്ല, ഹിന്ദുത്വയുടെ പുറകെ നടന്നുകൊണ്ടും കാര്യമില്ല. മറിച്ച് കേരളത്തിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിരന്തരമായ ഇടപെടലുകൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതിനെയാണ് അദ്ദേഹം BJP കേരളത്തിൽ ശൈലി മാറണമെന്ന് പറയുന്നതും. BJPയുടെ ശൈലി കേരളത്തിൽ മാറ്റാൻ സമ്മതിക്കാത്തത് RSS നേതാക്കളാണെന്നുള്ളത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാം. കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും പുതിയ സാമൂഹിക വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനും കഴിയാതിരുന്നത് RSSൻ്റെ ഇടപെടലുകളും RSS നേതാക്കൾക്ക് അപ്രമാദിത്വം ഈ പാർട്ടിയിൽ വേണമെന്ന ആഗ്രഹവുമായിരുന്നു. അതിനെ മറികടക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നതെന്നാണ് പറയുന്നത്. കേരളത്തിൽ RSSൻ്റെ പിടിയിൽ നിന്നും മുക്തമായി BJP സ്വന്തമായ രാഷ്ട്രീയ അസ്തിത്വം പിടിച്ചെടുത്തില്ലെങ്കിൽ, കാത്തുസൂക്ഷിച്ചില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിലും BJPയുടെ കാര്യം കട്ടപ്പകയായിരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖറിന് അറിയാം. എന്തു വന്നാലും നിയമസഭയിൽ സീറ്റുകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞാണ് മോദിയും അമിത്ഷായും രാജീവ് ചന്ദ്രശേഖറെ കേരളത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാൻ കഴിയില്ല. വാക്ക് പാലിച്ചില്ലെങ്കിൽ മോദിയും അമിത്ഷായെന്നും ഒരാളെയും വച്ചുകൊണ്ടിരിക്കില്ല. അടുത്ത നിമിഷം രാജീവ് ചന്ദ്രശേഖറിനെ കഴുത്തിന് പിടിച്ചവർ പുറത്താക്കും. കാരണം മോദിക്കും അമിത്ഷായ്ക്കൊന്നും പ്രത്യേകിച്ച് ആരോടും വലിയ വ്യക്തി താല്പര്യങ്ങളൊന്നുമില്ല. പറഞ്ഞ പണി ഭംഗിയായി എടുത്തില്ലെങ്കിൽ പുറത്തു പോകും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇതറിയാവുന്ന രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായ പ്ലാനോടുകൂടി മുന്നോട്ട് നീങ്ങുകയാണ്. വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെ BJPയുടെ കുടക്കീഴിലേക്ക് ആകർഷിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തെയും ഈഴവ സമുദായത്തെയും ദളിത് സമുദായത്തെയും എല്ലാം BJPയുടെ കുടക്കീഴിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ നീക്കം നടത്തണമെന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഹിന്ദു ആചാരങ്ങൾ, ഹിന്ദു അനുഷ്ഠാനങ്ങൾ, ക്ഷേത്രങ്ങളുടെ ഭൂമി ഇത് മാത്രമായി സെൻട്രലൈസ് ചെയ്യുന്നാൽ, ഇതിൽ മാത്രമായി കേന്ദ്രീകരിച്ചാൽ, ഫോക്കസ് ചെയ്താൽ BJPക്ക് ഒരു പരിധിവരെ കേരളത്തിൽ വളരാൻ പറ്റുമെന്ന് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരം അഭിപ്രായങ്ങൾ നേരത്തെയും BJPയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും RSS നേതൃത്വം ഇടപെട്ട് അത്തരം ചർച്ചകൾ തടയുകയായിരുന്നു. ഏതായാലും ഇനി അതുണ്ടാകില്ലെന്നും കേരളത്തിലെ BJP പുതിയ ചില ആശയങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നും CPMഉം കോൺഗ്രസും ചെയ്യുന്ന പോലെ ജനകീയ പ്രശ്നങ്ങളിൽ, ജനങ്ങളുടെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ, അവരുടെ പ്രതിസന്ധികളിൽ, അവരുടെ നിത്യജീവിത പ്രശ്നങ്ങളിൽ എല്ലാം ഇടപെട്ടുകൊണ്ട് BJP ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കുകയാണെന്നും ആ രാഷ്ട്രീയ സംസ്കാരത്തിന് മാത്രമേ BJPക്ക് സീറ്റുകൾ നേടിക്കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും, എങ്കിൽ മാത്രമേ BJPക്ക് കേരളത്തിലെ ഭരണം എന്ന സ്വപ്നം അടുത്ത കാലത്തല്ലെങ്കിൽ വരുന്ന കാലത്തെങ്കിലും പൂവണിയുള്ളൂ എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ വിശ്വസിക്കുന്നത്. ഇത് അദ്ദേഹം കേന്ദ്ര BJP നേതൃത്വത്തെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മുന്നോട്ട് പോകാനുള്ള പച്ചക്കൊടി അവർ കാണിച്ചു കഴിയുകയും ചെയ്തു.